ഹായ് വ്യൂവേഴ്സ്, വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി മുളകിട്ട കുടംപുളിയൊക്കെ ഇട്ട മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. 1 കിലോളം മുറിച്ച മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേരയാണ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലേക്കിട്ട് വഴറ്റി, കരിയിക്കരുത് കേട്ടോ, വഴറ്റിയെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. കൂടുതൽ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയണ വരെയും വഴറ്റിയെടുക്കുക കേട്ടോ. അത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇനി അതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം ആവശ്യാനുസരണം, നമ്മുടെ ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം, ചൂടുവെള്ളം, ഇതൊഴിച്ച ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് മുമ്പ് മീൻ കഷ്ണങ്ങൾ ഇടുക. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷം ഒന്നുകൂടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ തിക്ക് പാൽ മാത്രം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഇല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്നവരെ നോക്കുക. ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ രുചി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി. ഇത്രയേ ഉള്ളൂ. അടച്ചു വെച്ച് വേവിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ, ബൈ.